13-ാം തീയതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഓഗസ്റ്റ് 13-ന് ഒരു 2:30 നേരത്തൊക്കെയാണ് കേട്ടോ. ഞാൻ എന്താ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നു. വേറെ ഒന്നുമല്ല, ബേബിക്കുട്ടിയുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, PTA മീറ്റിംഗ്. അപ്പോൾ എന്താ ബസ്സിൽ കയറി 2:30 നേരത്ത് അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാങ്ങാട്ടിൽ അമ്പലത്തിൻ്റെ അവിടെയാണ് ഇറങ്ങുക. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ പിന്നെ ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. അപ്പോൾ വേറൊരു ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കാം കേട്ടോ. മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ട് നടക്കാം. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ മറ്റേത് നമുക്ക് ഭയങ്കര ചട്ടപ്പായിരിക്കും കേട്ടോ. കുറച്ച് തോനെ നടക്കാനും ഉണ്ട്, വയ്യാതെയാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ നടക്കാൻ. അപ്പോൾ അതാ സ്കൂളിൽ എത്തിയിട്ടോ. അതാണ് ബേബിക്കുട്ടിയുടെ സ്കൂള്, ശ്രീ മഹർഷി വിദ്യാലയ ഞാങ്ങാട്ടിരി. അപ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ വണ്ടികളൊന്നും അധികം കയറ്റുന്നില്ല തോന്നുന്നുണ്ട് കേട്ടോ, കാരണം സ്കൂളിൽ വിടുന്ന ടൈമാണല്ലോ. അപ്പോൾ 3 മണിക്കാണ് അവർക്ക് PTA മീറ്റിംഗ് ഒക്കെ ഉള്ള ദിവസം സ്കൂൾ വിടുക. അപ്പം ഞാൻ ചെന്ന ടൈം എന്ന് പറഞ്ഞാൽ 2:55 ആയി തോന്നിട്ടുണ്ട്. അവളുടെ ബസ്സാണ് കേട്ടോ അത്, 8-ാം നമ്പർ ബസ്സുകൾ ഇതാ നിരന്ന് നിൽക്കുന്നേ. ഓരോ കുട്ടികൾ ഇങ്ങനെ വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബേബിക്കുട്ടിയുടെ ഫ്രണ്ട് ഓടി വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടോ. അതാ പേര് ആത്മിക എന്നാണ്. അപ്പോൾ അവളോട് ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞു. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, അവളുടെ കൂടെ എൻ്റെ കൂടെ ഞാൻ അവളെന്നെ നിർത്തിയില്ല, അവളെന്നെ സ്കൂൾ ബസ്സിൽ പറഞ്ഞയച്ചു. അതിൻ്റെ ഒരു ഇതാണ് അവളെ കാണിക്കുന്നത്. കാരണം നമ്മൾ ലൈൻ ബസ്സിൽ കുത്തിപ്പിടിച്ചിട്ട് കയറണം. അപ്പം ഇവൾക്ക് സുഖമായ സ്കൂൾ ബസ്സിൽ കയറിപ്പോയാൽ മതിയല്ലോ, വേഗം വീട്ടിലെത്തും ചെയ്യാം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടീച്ചേഴ്സിനെ കാണാൻ പോയി. ഓരോ ടീച്ചറോട് ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിക്കൊക്കെയാണ് എനിക്ക് അവിടുന്ന് ബസ് കിട്ടി. കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എൻ്റെ പുത്രി പഠിക്കുന്നതാണ് ഗൈസ്. എന്തൊരു ആത്മാർത്ഥത. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും ഇതുണ്ട് അവിടേത്. അപ്പോൾ അവളുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടിരുന്ന് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്.